പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള ഷഹന എന്ന് പറയുന്ന യുവതി ജീവൻ ഒടുക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളാണ് വരുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ജീവൻ ഒടുക്കിയതൊന്നുമല്ല, അവൻ കൊലപ്പെടുത്തിയത് തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ അവനെതിരെ വരുന്ന ആരോപണങ്ങൾ സ്വന്തം വീട്ടുകാർ, ഷഹനയുടെ വീട്ടുകാരാണ് പറയുന്നത്. അവളെ മതം മാറ്റാൻ നിർബന്ധിച്ചിരുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവളുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ മത പരിവർത്തനം ചെയ്ത് കല്യാണം കഴിച്ചതിന് ശേഷം ആ സ്വത്ത് കൈക്കലാക്കുക. ഈ ഷഹന എന്ന് പറയുന്ന യുവതിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അതുപോലെ സ്വന്തം വീടുണ്ടായിരുന്നു, നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് ഇവനെ പോലെയുള്ള കഴിവേറികളെ വീട്ടിൽ കയറ്റുമ്പോഴൊന്ന് സൂക്ഷിക്കണ്ടേ? നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തന്നെ നമ്മൾ പിടിച്ച് വീട്ടിൽ കയറ്റുവോടെ? ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലേ ഈ പെണ്ണിന്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് മുമ്പേ രണ്ടുപേരും പ്രണയത്തിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഇയാൾ ഗൾഫിലേക്ക് പോയപ്പോഴും ഇവൻ ചിലപ്പോഴും അവിടെ വരാറൊക്കെ ഉണ്ടാകും. അങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഭർത്താവ് ചെറിയ വണക്കൊന്നല്ല, ചെറിയ വണക്കെന്ന എല്ലാവരും പറയുന്നത്, ഒരു മണ്ണാങ്കട്ടിയല്ല. അതായത് ഇവരുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്, വീട്ടുകാരുടെയും സ്വഭാവം കൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെ പോലെയുള്ള ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്തിനാണ് വീട്ടുകാർ വെറുതെ വേറൊരു കല്യാണത്തിന് നിർബന്ധിച്ചത്? ആ ഒരു കുഞ്ഞിനിപ്പോഴും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലാത്ത അവസ്ഥയായില്ലേ? അതിനിപ്പോഴും അച്ഛനും ഇല്ല, അമ്മയില്ല. അതായത് അച്ഛൻ മുന്നേ തന്നെ ഈ അമ്മയുടെ സ്വഭാവം കാരണം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും. ഇനി ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതായത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ഒരാളെയും വിശുദ്ധിയാക്കുന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹന എന്ന് പറയുന്ന ആ യുവതി ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ഏതെങ്കിലും വേട്ടാവളിയന്മാർ ഇതുപോലെ വീട്ടിൽ കയറി വരുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, എന്തിനാ വെറുതെ ജീവിതം കളയുന്നത്? അവന്മാരെ അങ്ങ് ഇപ്പോൾ തന്നെ പറഞ്ഞേ എൻ്റെ വീട്ടിൽ കയറണ്ടടാന്ന് പറഞ്ഞായിരുന്നു. കാരണം ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുതലാക്കാൻ വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള പല പ്രവാസി കുടുംബങ്ങളിലും ഇതുപോലെയുള്ള ചെറ്റകൾ ചിലപ്പോൾ കയറി വരുവാണെന്നേ, പറയാനൊന്നും പറ്റൂല. ഇവന്മാർ പല വേഷങ്ങളിൽ വരുവാണെന്നേ. ഒന്നെന്ന് പറഞ്ഞാൽ സൗഹൃദം, ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആ സൗഹൃദത്തിൽ വരും. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിലൂടെ സംസാരിക്കുന്ന ബെസ്റ്റികളായിട്ട് വരും. പിന്നെ മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയണ്ടേ, ഓട്ടോറിക്ഷ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വരും. ഇങ്ങനെയൊക്കെ പല തരത്തിലെന്ന് പറഞ്ഞാൽ ഇവന്മാർ നിങ്ങളുടെ വീട്ടിൽ കയറി കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇതൊന്നും പിന്നെ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് തന്നെ ഈ സ്ത്രീക്ക് അറിയാം, ഇവനെ കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് ഇവൻ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു പോലും. ഇവൻ്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഇവൻ്റെ ആട്ടും തുപ്പും ചാപിട്ടും ഏറ്റിട്ട് ഇങ്ങനെ കിടക്കുന്നതിലും നല്ലത്, എത്രയോ നല്ലതല്ലേ ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നത്. ആ ആദ്യത്തെ ഇനിയിപ്പോഴും ശരിയാന്ന് ഇവനുമായിട്ടൊരു ബന്ധമുണ്ട്, അത് മറച്ചു വെച്ച് കല്യാണം കഴിച്ചു, എന്നാലെങ്കിലും ഇവന് ഒഴിവായിക്കൂടെ? അതായത് ഇവനോട് പറയാം, നീ എൻ്റെ വീട്ടിൽ കയറരുത്, എന്നെ നോക്കരുത്, എൻ്റെ അടുത്ത് വരരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാഞ്ഞത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്ന പോലെ ഇവളുടെ സ്വത്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ ഇത് കണ്ടിട്ടാണ് എന്നൊക്കെ പറയുന്നത്. അവൻ അതിനു വേണ്ടിയിട്ട് തന്നെയായിരിക്കാം. അതായത് അവന് വേണ്ടതെന്ന് വെച്ചാൽ അവനിനി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ആ ശരീരം മാത്രമേ വേണ്ടൂ, അല്ലാതെ അവന് വേറെ ഒന്നും വേണ്ട, അവന് കുടുംബമായിട്ട് ജീവിക്കാൻ ഒന്നും വേണ്ട. അവന് സ്വത്ത് കണ്ടിട്ട് തന്നെയാണ്. അതായത് ഈ സ്ത്രീയുടെ പേരിലുള്ള വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ വന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനിയിപ്പോഴും എത്രത്തോളം ഓൻ്റെ പേരിൽ വകുപ്പുകൾ എഴുതി ചേർത്ത് കഴിഞ്ഞാലും ആ ജീവൻ തിരിച്ചു കിട്ടൂല. ആ ജീവൻ പോയില്ലേ, അത് ചെറിയൊരു അശ്രദ്ധ കൊണ്ടുപോയതാണ്. വീട്ടുകാർക്കെങ്കിലും ഇത് തടയാമായിരുന്നില്ലേ? വീട്ടുകാർ ഇപ്പോഴും വന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളുടെ വീട്ടിലൊന്നും വേറെ ആണുങ്ങളില്ലേ ചോദിക്കാനും പറയാനും ഒന്നും? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഷഹന എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിൽ വേറെ ആണുങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലേ? അല്ല, വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതൊന്നും പോയിട്ട് ഇപ്പം ആരും ചോദിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ മുമ്പ് കണ്ണൂരിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, ഇതുപോലെ ഒരു പ്രവാസിയുടെ വീട്ടിൽ. ആ പ്രവാസിയുടെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് ഏതോ ഒരുത്ത സ്ഥിരമായിട്ട് വരുന്നത്. അങ്ങനെ ഈ പ്രവാസിയുടെ സഹോദരനും അവരൊക്കെ കൂടിയിട്ട് ചോദ്യം ചെയ്യുന്നത്. അവസാനം ഈ സ്ത്രീ പോയിട്ട് മരിച്ചു. കാരണം എന്താ അറിയാം, അവർക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയില്ലോ, പിന്നെ അവർ പോയിട്ട് മരിച്ചു. മരിച്ചതിന് ശേഷം ഇവരെല്ലാം പ്രതിയാക്കിയിട്ട് കേസ് കൊടുത്തു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ബന്ധുക്കൾ ആരെങ്കിലും ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും കൂടി തൂങ്ങും. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാൻ പോകത്തില്ല. കാരണം എന്താ, സമൂഹം തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇതുണ്ടാക്കി. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അയൽവക്കത്ത് ഒരാൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കണ്ണുണ്ടാകും, ആരാണവൻ, എന്തിനാണ് വന്നത്, അവൻ കുടുംബത്താർക്കാനാണ്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ബെസ്റ്റുകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുക. ആര് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്താണ്, ആൺ സുഹൃത്താണ്. എന്ത് പേരാണെന്നോ ഇത്? അവൻ്റെയൊക്കെ പേര് ജാരെന്ന് തന്നെയാണ്.
തന്നെയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നയാൾ പോയിട്ടും ഈ ഷഹന എന്ന് പറയുന്ന യുവതി ഇവനെ വീട്ടിൽ സൽക്കരിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അവരുടെ അനുവാദമില്ലാതെ ഇവന് ഒരിക്കലും വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. ഇനിയിപ്പോൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇടപെടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ള ആൺകുട്ടികൾ അവരോട് പറയുക, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരുത്തൻ കയറുന്നു, ഏത് മങ്കിയായാലും സംഖ്യയായാലും കൊങ്കിയായാലും മങ്കിയായാലും ഏതവനായി കഴിഞ്ഞാലും ശരി, പൂട്ടേണ്ടത് പൂട്ടി തന്നെ ഇരിക്കും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പേടിച്ചിട്ട് ജനങ്ങൾ എല്ലാവരും കൂടി പുറകോട്ടടിക്കും, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തമ്മിൽ എന്തോ ചെറിയ കാര്യത്തിൽ തെറ്റിയിട്ടുണ്ട്. ആ സ്ത്രീക്ക് തന്നെ അവസാന കാലത്ത് തോന്നിയിട്ടുണ്ടാകും, അതായത് ഇവനെ വേണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു ശരിയെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും. കാരണം എന്താ, ഇവനിങ്ങനെ ചവിട്ടോ അടിക്കോ ഒക്കെ ചെയ്യുന്ന ഒരു മനോരോഗിയാണ് ഈ ചങ്ങായി. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ടുള്ള വിനോദങ്ങൾ മാത്രം, സ്ത്രീ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിപ്പിച്ച് രസിക്കുന്ന അങ്ങനെയുള്ള സൈക്കോകളില്ലേ, ആ ഒരു സൈക്കോയിൽ പെട്ടതാണ് ഈ അരുൺ എന്ന് പറയുന്നത്. അവനെ കണ്ടാൽ തന്നെ അറിയാം, അവൻ്റെ ആ വേട്ടാവളി എൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കള്ളനാണ് എന്ന്. എന്നിട്ടും ഈ സ്ത്രീ എന്തിനാണ്, വിദ്യാഭ്യാസവും വിവരവുമുള്ള ഈ സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെയൊക്കെ വീട്ടിൽ കയറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ കുടുംബക്കാരോട്, അമ്മയോട്, എനിക്ക് ഈ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും നിങ്ങൾ വന്ന് കരഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. അന്ന് തന്നെ എന്ന് പറഞ്ഞത് തടയാമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആരും തടഞ്ഞില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ചില വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ്. കാരണം എന്താ പറയുക, മക്കൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൾ തരുന്ന 2,000-3,000 ഉറുപ്പിക ഉണ്ടാവും, അതിന് കിട്ടൂലേ എന്നുള്ളൊരു ഭയം കൊണ്ട് ചില മാതാപിതാക്കൾ മിണ്ടൂല. ഇനി അതുപോലെ എങ്ങാനാണോ എന്നറിയില്ല. ഈ ഷഹന എന്ന് പറയുന്ന യുവതിക്കേട് ജോലി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ജോലി കണ്ടിട്ട് ഇനി എങ്ങാനും ഇവിടെ പൈസ തന്നില്ലെങ്കിലോ, അതുകൊണ്ട് അവളെ ഇഷ്ടത്തിന് അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു വിട്ടതാണോ എന്നും അറിയില്ല. അങ്ങനെ പല കുടുംബത്തിലുണ്ട്. അതായത് ഈ ചില മക്കൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. കാരണം വെച്ചാൽ എനിക്ക് കിട്ടുന്നൊന്നും നിങ്ങൾക്ക് തരില്ല, നിങ്ങൾ അനുഭവിക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും, പോടാ പുല്ലേയായിരുന്നു നിൻ്റെ ഇതും കൊണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് പറയാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ആ ഉമ്മക്ക് ചിലപ്പോൾ ഇതിനെ കൊണ്ടായിരിക്കും ജീവിക്കുന്നത്, ഈ മകൾ തരുന്നത് കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പം അങ്ങനെ തരുമ്പോഴേ അത് തന്നില്ലെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടും ചില മാതാപിതാക്കൾ മിണ്ടാതിരിക്കും. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ തന്നെയാണ് അവരുടെ ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാക്കി നശിപ്പിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. ഇതുപോലെയുള്ള എംബോക്കികൾ ഒരുപാടുണ്ട് കേട്ടാ. അതായത് നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് നിങ്ങളെ കുടുംബം തകർന്നു പോകും. പ്രത്യേകിച്ച് ഉമ്മാർ ടാർഗറ്റ് ചെയ്യുന്നത് പ്രവാസികളുടെ വീടാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിലൂടെ അധികണ്ണത്തിനും കയറാൻ കഴിയില്ല, എന്നാലും വളരെ സൂക്ഷിക്കണം നമ്മൾ. അതാണ്. പിന്നെ പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൺ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പിന്നെ ഇതുപോലെയുള്ള ചെറ്റകൾക്ക് വേണ്ടിയിട്ടുമാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം നശിപ്പിച്ചത്. ഈ സ്ത്രീ വളരെ നന്നായിട്ട് ജീവിക്കേണ്ട, അല്ലെങ്കിൽ ഇവർക്ക് ഇനി ഭർത്താവിനെ വേണ്ടെങ്കിൽ തന്നെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവർക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള എംപോക്കികളെ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റരുതായിരുന്നു. ഇനിയെങ്കിലും സൂക്ഷിക്കുക. കാരണം ഇവനെ പോലെയുള്ള കഴുകൻ കണ്ണുകളുമായിട്ട് കുറേ അരുൺമാർ നമ്മുടെ ചുറ്റുമുണ്ട്, അവരെയൊക്കെ സൂക്ഷിക്കണം. അതാണ് പറയുന്നത്. അതായത് എന്താ, വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇവന്മാർ നുഴഞ്ഞു കയറും നമ്മുടെ കുടുംബത്തിലേക്ക്. അതുകൊണ്ട് ഒരു കാരണവശാലും മൂന്നാമതൊരുത്തന്നെ നമ്മൾ അടുപ്പിക്കരുത്. എത്ര വലിയ സുഹൃത്തായാലും ശരി, പടിക്ക് പുറത്ത് മാത്രം, ഒരിക്കലും അകത്തേക്ക് കയറ്റരുത്. എന്ത് വലിയ സുഹൃത്തായാലും ശരി. അതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവളുടെ നഗ്ന ചിത്രങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതിന് പോലും അത് പിന്നെ ഉണ്ടാവുമല്ലോ. അതായത് ഇമാതിരി പണിക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല കാമുകന്മാരും സകല ബെസ്റ്റികളും സകല പിന്നെ ആൺസുഹൃത്തുക്കളും ചെയ്യുന്നൊരു പരിപാടി മൊബൈലോടെ ഓണാക്കി വെക്കും. എന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും കണ്ടി രസിക്കാമെന്ന് പറയും. ഇത് മറ്റൊരു മനോരോഗമാണ്. അതായത് ഈ ബന്ധപ്പെടുന്ന സംഭവങ്ങൾ മറ്റവന് പകർത്താൻ വേണ്ടിയിട്ട് കടന്നു കൊടുക്കുക, അതുപോലെ തന്നെ വൈകൃതങ്ങൾ കാണിക്കുക. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ ഇത് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. കാരണം ഇവളുടെ വൈകൃതങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടാകും. ആ വൈകൃതങ്ങൾ മുഴുവൻ നാട്ടുകാർ കാണുമെന്നുള്ളത് പേടി ഉണ്ടാകും. അതാണ് ഇവിടെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മരിക്കുന്നത്. അപ്പോൾ ഈ വൈകൃതങ്ങൾ നാട്ടിലാകെ പാട്ടാക്കും, അല്ലെങ്കിൽ ഇത് പുറത്തു വിടും എന്നിവൻ ചിലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ അവിടെ നല്ല രീതിയിൽ വഴക്ക് നടന്നിട്ടുണ്ടാകും. ഇനി എങ്ങാനും ഇവൻ എടുത്ത് എറിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ആണോ അതും അറിയില്ല. നന്ദി, നമസ്കാരം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വരണേ. ബൈ ബൈ.